ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് ഞങ്ങളുടെ നാടിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്നൊക്കെ പറയാവുന്ന ചെട്ടിക്കുളങ്ങര കുംഭഭരണി, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എനിക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു വീഡിയോയാണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. അമ്പലം ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് ചെമ്മീൻ, കൊഞ്ച്, മാങ്ങ എന്നൊക്കെ കാണിക്കുന്ന എന്താണെന്ന് വിചാരിക്കുന്നവരോട് ചെട്ടിക്കുളങ്ങര ഭരണിക്ക് അത്രത്തോളം പ്രാധാന്യപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിഭവം കൂടിയാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ഐതിഹ്യം തന്നെയുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കാഴ്ചകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടവും അങ്ങനത്തെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായിട്ട് പരന്നു കിടക്കുന്നതും കാർഷികപരമായും സാംസ്കാരികപരമായിട്ടൊക്കെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പ്രദേശമാണ് ഓണാട്ടുകര. ക്ഷേത്രത്തിൻ്റെതായ 13 കരകളുടെയും സമീപ പ്രദേശങ്ങളും ചേരുന്ന ഓണാട്ടുകരയുടെ പരദേവതയാണ് ചെട്ടിക്കുളങ്ങര അമ്മ. ഭരണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലേദിവസത്തെ കുറച്ച് ഷോപ്പിങ്ങിനിടയ്ക്കുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതായത് നാളെ ഫെബ്രുവരി 23-നാണ് കുംഭഭരണി വരുന്നത്. കുത്തിയോട്ടം തുടങ്ങുന്ന ശിവരാത്രി നാൾ മുതൽ തന്നെ കരകളും അതുപോലെ സമീപ പ്രദേശങ്ങളും ക്ഷേത്ര നഗരിയൊക്കെ ഉണർന്നിട്ടുണ്ട്. ഭയങ്കര ഒരു വൈബ് സമയമാണ് നമുക്ക് ചെട്ടിക്കുളങ്ങരയിൽ ഈ കുംഭഭരണിയോട് അടുപ്പിച്ചുള്ള ദിവസങ്ങൾ. കെട്ടുകാഴ്ചകളൊക്കെ അവരുടെ അവസാന മിനിക്കോണുകളിലേക്ക് കടന്നിരിക്കുന്ന സമയമാണ്. നമുക്ക് ഈ പോകുന്ന വഴിയിൽ തന്നെ 1-2 എണ്ണം കാണാൻ സാധിക്കും. ബാക്കിയുള്ളത് നാളെ അമ്പലത്തിൽ വരുമ്പോഴാണ് കാണാൻ പറ്റുക. വിശ്വാസത്തിൻ്റെ പാരമ്യതയിൽ ആഘോഷിക്കപ്പെടുമ്പോഴും മതത്തിൻ്റെയോ ജാതിയുടെയോ ഒന്നും വേലിക്കെട്ടുകളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വല്ലാത്തൊരു എനർജി ഇതിലൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം ഇന്ന് കുംഭഭരണി ദിവസമാണ്. ഞാനും സിജിത്തും രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണ്. ശിവരാത്രി നാളിൽ ആരംഭിച്ച അമ്മയുടെ പ്രധാന വഴിപാടായ കുത്തിയോട്ടത്തിന് ഇന്നും സമാപനമാണ്. ഭരണി ദിവസം രാവിലെ അവർ ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലെത്തുകയും അതവിടെ സമർപ്പിക്കുകയും ചെയ്യും. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഒരുങ്ങി പോകുന്നത്. രാവിലെ ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് അമ്പലത്തിലേക്ക് പോണ ഒരു ഫീല് പ്രത്യേകം പറയേണ്ട കാര്യമാണ്. അവസാന മിനുക്കുപണികളും തീർത്തിട്ട് ഈ അമ്പരചുംബികൾ അമ്മയ്ക്ക് മുന്നിലേക്ക് പുറപ്പെടാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച നമുക്ക് മനസ്സിന് തരുന്നൊരു സന്തോഷം എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭരണി ദിവസം ഈ തിരക്ക് പതിവാണ്. അതുകൊണ്ട് തന്നെ രാവിലെ പോകുമ്പോൾ നമ്മൾ ഈ ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് അമ്പലത്തിലേക്ക് ഇറങ്ങുക. കുത്തിയോട്ടങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള സമയമായിരുന്നു. ഇതാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ക്രൗഡ്. ക്ഷേത്രത്തിന് അഭിമുഖമായിട്ട് കാണുന്ന ഈ ഒരു പാടത്താണ് ഇനി നമുക്ക് കെട്ടുകാഴ്ചകളൊക്കെ വരാനുള്ളതും അണിനിരക്കാനുള്ളതും. ഇപ്പോൾ കാലിയായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പ്രദേശത്തേക്ക് പിന്നെ നമുക്കൊരു മണ്ണ് നുള്ളിയിട്ടാൽ വീഴില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ജനത്തിരക്കാണ് ഇനി വൈകിട്ട് കാണാനുള്ളത്. സാധാരണ ചെയ്യാൻ പറ്റുന്ന പോലെ നടക്ക് മുന്നിൽ നിന്ന് തൊഴുക എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പുറത്തുനിന്ന് തൊഴുതിട്ട് കുത്തിയോട്ടം വരവും കാഴ്ചകളും കാണാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു.
കുത്തിയോട്ടം സാധാരണയായിട്ട് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വ്യക്തിഗതമായിട്ട് നടത്തുന്ന ഒരു വഴിപാടാണ്. അതിൻ്റെ സമർപ്പണ ദിവസമാണ് കുംഭഭരണി ദിവസം രാവിലെ ഇവ ഇങ്ങനെ ഘോഷയാത്രയായിട്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ ചെട്ടികുളങ്ങര ക്ഷേത്രത്തിന് പ്രധാനമായിട്ടും 13 കരകളാണുള്ളത്. ഈരേഴ വടക്ക്, ഈരേഴ തെക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ കരകൾ ക്ഷേത്രത്തിന്റെ 4 വശങ്ങളിലായും, കൂടാതെ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ് എന്നിവയാണ് 13 കരകൾ. ഇത്രയേറെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ആദ്യത്തെ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ ഉണക്കച്ചെമ്മീനും മാങ്ങയൊക്കെ എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. ഇതുപോലൊരു ഭരണി ദിവസം ഒരു വൃദ്ധയായ അമ്മ അവരുടെ വീട്ടിൽ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്ത് ഇത്തരത്തിലൊരു വിഭവം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. വിഭവം ഏകദേശം പകുതി വേവായപ്പോഴത്തേക്കിനും പുറത്തു നിന്നും ചെട്ടികുളങ്ങരയമ്മയുടെ കെട്ടുകാഴ്ച പുറപ്പെടുന്നതിനുള്ള കൊട്ടും മേളവും ബഹളവും ഒക്കെ അവർക്ക് കേൾക്കാനിടയായി. കറി പകുതി വെന്തിട്ടേ ഉള്ളൂ, കെട്ടുകാഴ്ച കാണുകയും വേണം. അങ്ങനെ ആ വിഷമത്തിലായ അമ്മ ചെട്ടികുളങ്ങര അമ്മയോട്, അമ്മ എൻ്റെ കറി ഒന്ന് നോക്കിക്കോണേ, ഞാനൊന്ന് കെട്ടുകാഴ്ച കണ്ടിട്ട് അല്ലെങ്കിൽ ഘോഷയാത്ര കണ്ടിട്ട് വരാമെന്ന് ദേവിയെ സങ്കല്പിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കെട്ടുകാഴ്ച കാണാൻ ഇറങ്ങി പുറപ്പെട്ടു. ഘോഷയാത്ര മുഴുവൻ കണ്ടു തീർത്തെങ്കിലും തൻ്റെ കറി ഏകദേശം നശിച്ചു പോയിട്ടുണ്ടാവുമെന്ന് കരുതി അടുക്കളയിലേക്ക് വന്ന ആ അമ്മ അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടുകയാണ് ഉണ്ടായത്. ഇത്രയേറെ സമയം പിന്നിട്ട സ്ഥിതിക്ക് ആ കറിയൊക്കെ വിറക് കെട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ അമ്മ അവിടെ കണ്ടത് കറക്റ്റ് പാകമായിട്ടിരിക്കുന്ന കുഞ്ചുമാങ്ങ കറിയായിരുന്നു. ആ അമ്മ മനസ്സിൽ പ്രാർത്ഥിച്ചു പോയതുപോലെ ചെട്ടികുളങ്ങരയമ്മയുടെ ഒരു കരുതലും ശ്രദ്ധയും ഒക്കെ ആ കറിയിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് കെട്ടുപോകേണ്ട വിറകുകളുടെ സ്ഥാനത്ത് കുറച്ച് പുതിയ വിറകുകളും ഒക്കെ അടുപ്പിൽ കാണപ്പെടുകയുണ്ടായി. ഈ ഒരു ഐതിഹ്യത്തിന്റെയും സങ്കല്പത്തിന്റെയും പുറത്താണ് ചെട്ടികുളങ്ങരക്കാർ കുംഭഭരണി ദിവസം വീടുകളിൽ ഈ കുഞ്ചുമാങ്ങ ഒരു പ്രധാന വിഭവമായിട്ട് തയ്യാറാക്കുന്നത്. രാവിലെ തന്നെ വന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. തൊട്ടടുത്തൊരു കടയിൽ കയറി ഞാൻ നേരത്തെ കണ്ടതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് വീണ്ടും ഇറങ്ങി. ഓരോ തവണ കാണുമ്പോഴും മനസ്സിനും കണ്ണിനും ഒക്കെ കുളിർമയും അതുപോലെ അത്ഭുതവും ഒക്കെ സമ്മാനിക്കുന്ന ഒരു നിർമ്മിതിയാണ് ഈ ചെട്ടികുളങ്ങരയിലെ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത്. വീഡിയോയിൽ ഇപ്പൊ കാണുന്നത് ഒരു കുതിരയാണ്. ഇതേപോലത്തെ 6 കുതിരകളും 5 തേരും, ഭീമൻ, ഹനുമാൻ, പാഞ്ചാലി എന്നിവയാണ് പ്രധാനമായിട്ടും കെട്ടുകാഴ്ചകൾ. രാവിലത്തെ പ്രധാന ചടങ്ങുകളിൽ കുത്തിയോട്ടം വരവ് തന്നെയാണ് പ്രഥമ സ്ഥാനത്തുള്ളത്. ഉച്ചയ്ക്ക് ശേഷമാണ് കരകളിൽ നിന്ന് കെട്ടുകാഴ്ചകൾ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നത്. കുത്തിയോട്ടപ്പാട്ടിൻ്റെ അകമ്പടിയും ചെണ്ടമേളവും പഞ്ചാരി മേളവും ഒക്കെ ആയിട്ട് രാവിലെ ഈ ഒരു ഫീലിൽ അമ്പലത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് കിട്ടുന്നത്. എന്നെപ്പോലെ ഇതിൽ ഭൂരിഭാഗം പേരും തലേദിവസത്തെ അശ്വതി ഉത്സവത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റി നിർത്തി രാവിലെ തന്നെ വന്നിട്ട് കുളിച്ച് റെഡിയായിട്ടാണ് അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടാവുക. ഇതിന് ശേഷം കരകളിലൂടെയൊക്കെ ഒന്ന് പോകണം, കെട്ടുകാഴ്ചകൾ പുറപ്പെടുന്ന വീഡിയോസൊക്കെ എടുക്കണം എന്ന് കരുതിയിരുന്നെങ്കിലും ക്ഷീണം കാരണം അതൊന്നും പറ്റിയില്ല. പക്ഷേ വൈകിട്ടാണ് ഞാൻ പിന്നീട് കുളിച്ച അമ്പലത്തിലേക്ക് പോരുന്നിട്ടുള്ളത്. അപ്പോഴത്തേക്ക് കെട്ടുകാഴ്ചകളൊക്കെ ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓരോ കരക്കാരനും അമ്മയോടുള്ള ആത്മസമർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും വ്രതശുദ്ധിയുടെയും ഒക്കെ തെളിവായിട്ടാണ് ഇന്ന് ഈ ദിവസം ഇത്രയും ഭംഗിയോടെ ഈ കെട്ടുകാഴ്ചകളെ അണിയിച്ചൊരുക്കി ഇവർ ഈ ക്ഷേത്രമുറ്റത്ത് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നത്. ഇതിലൊക്കെ ഭാഗമാകുന്ന ഓരോ വ്യക്തികളുടെയും അത് അമ്മയോടുള്ള ഒരു സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് അവരനുഷ്ഠിക്കുന്ന ചിട്ടകൾ, ഇതിനായിട്ടുള്ള വ്രതം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വരുമ്പോഴാണ് ഇത്രയും വൃത്തിയോടുകൂടി ഇവരുടെ ഈ തടസ്സങ്ങളെല്ലാം മാറി ഇവയെ ക്ഷേത്രമുറ്റത്ത് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നത്. അതിനുശേഷം അവർ പ്രകടിപ്പിക്കുന്ന ആ ഒരു സന്തോഷം എത്രത്തോളം വലുതാണെന്ന് നമുക്കത് തുടക്കം മുതൽ കാണുന്നവർക്ക് മനസ്സിലാവും.
നിർമ്മാണ സമയത്ത് അവർ ആ സ്വീകരിക്കുന്ന ചിട്ടവട്ടങ്ങളും നിയമാവലികളും ഒക്കെ എല്ലാം അവസാനിപ്പിച്ച് അവയെ അമ്മയുടെ മുന്നിൽ സമർപ്പിക്കാൻ കൊണ്ടുവരുമ്പോഴും അവർ അതേപോലെ പാലിക്കും. അതായത് കെട്ടുകാഴ്ചകളൊക്കെ എത്ര നേരത്തെ അമ്പലത്തിൽ വന്നെന്ന് പറഞ്ഞാലും അവരുടെ ഊഴം അനുസരിച്ച് അവരുടെ കാര്യം അനുസരിച്ച് മാത്രമാണ് അവരമ്മയ്ക്ക് മുന്നിൽ പോയി കാഴ്ചക്കണ്ടത്തിലേക്ക് മടങ്ങുക. ഇത്തരത്തിൽ ഓരോ കരകളായി അവരുടെ ഊഴമനുസരിച്ച് കെട്ടുകാഴ്ചകൾ അമ്മയ്ക്ക് മുന്നിലെത്തുകയും തിരികെ കാഴ്ചക്കണ്ടത്തിൽ പോയി അവരവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സ്ഥാനങ്ങളിൽ സ്ഥാപിക്കുകയും ചെയ്യും. പുലർച്ചെ അമ്മ അവയ്ക്ക് അരികിലേക്ക് എഴുന്നള്ളി വരികയും ഓരോ കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ ചെന്ന് അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ദേവീ സ്തുതികളും ആർപ്പ് വിളികളും കുത്തിയോട്ടപ്പാട്ടിൻ്റെയൊക്കെ അകമ്പടിയിൽ അവർ അമ്മയെ സ്വീകരിക്കുകയും അവരുടെ സന്തോഷം അമ്മയ്ക്ക് മുന്നിൽ പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇതിനൊക്കെ ശേഷം മടങ്ങാനൊരുങ്ങുന്ന ദേവി തൻ്റെ ഭക്തർ തനിക്ക് മുന്നിൽ സമർപ്പിച്ച ഈ കെട്ടുകാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് അവരെ പിരിയാൻ മനസ്സില്ലാതെ വീണ്ടും തിരികെ ഓടി വരുന്നതും കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ വീണ്ടും നൃത്തമാടുന്നതൊക്കെ കാഴ്ച ഓണാട്ടുകരക്കാരനെ സംബന്ധിച്ച് ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. ഈ കാഴ്ചകളൊക്കെ ഒരു തവണ കൂടി കാണാൻ ഭാഗ്യം തന്ന അമ്മയ്ക്ക് മുന്നിൽ വീണ്ടും ഇതുപോലെ ഒത്തുചേരാനുള്ള ഓരോ ഓണാട്ടുകരക്കാരൻ്റെയും കാത്തിരിപ്പ്.